കെ.സി. വേണുഗോപാലിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള പ്ലാനുണ്ട് എന്ന് ഉറപ്പായിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് വി.ഡി. സതീശനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന പ്രഖ്യാപനമായിട്ട് കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുകയാണ്. അപ്പോ ഏതായാലും ഒരു 50-50 ചാൻസ് ഇനി വി.ഡി. സതീശന് കാണുന്നുള്ളൂ. എം.എൽ.എമാരുടെ സപ്പോർട്ടും വി.ഡി. സതീശന് കുറവാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ കെ.സി. വേണുഗോപാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേതാവാണ്. കേരളത്തിലുള്ള നേതാക്കളുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒരു 50-50 ചാൻസ് എന്ന് പറയാൻ പോലും ഇല്ല. ഒരു 25% ചാൻസ് ഇനി വി.ഡി. സതീശന് മുഖ്യമന്ത്രിയാകാനായിട്ടുള്ളൂ. അദ്ദേഹമാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ പിന്നെ ക്യാബിനറ്റിൽ ഞാൻ കാണില്ല എന്നാണ് അവരെ അറിയിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും അത് തന്നെ സംഭവിക്കാനാണ് സാധ്യത. ഇതൊക്കെ കേന്ദ്രത്തിൽ ഉള്ള ഇവരുടെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് അറിയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഇവിടെ വരുന്ന കേരളത്തിലുള്ള വലിയ നേതാക്കൾ കെ സുധാകരൻ ഉൾപ്പെടെ കെ.സി. വേണുഗോപാലിനെ റെക്കമെൻഡ് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധം അരങ്ങേറാനാണ് സാധ്യത. കാരണം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിലെത്തിച്ചിരിക്കുന്നത്. അതിന് വിപരീതമായിട്ട് ഇവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഇവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.